മാത്രമല്ല കുറെ അധികം ഇതുകളും ഉണ്ട്. ഉണ്ട് മാനേജ്മെന്റ് ആരാന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇതുവരെ ഒരു കാര്യത്തിന് പോലും മാനേജ്മെന്റ് ഞങ്ങൾക്ക് ആക്സസ് ഇല്ല. ഇവിടുത്തെ സീനിയർ സ്റ്റാഫിന് ആക്സസ് ഇല്ല. പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പോലും അല്ലെങ്കിൽ ഇപ്പൊ പോലും ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് സാർ സംസാരിച്ചിട്ട് പോലും മാനേജ്മെന്റ് 1 മണിക്കൂർ കൂടുതലായി മീറ്റിംഗ് ആയിട്ട് ഒരാൾ പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഒരു റെസ്പോൺസ് പോലും തന്നിട്ടില്ല. അവര് എന്തൊക്കെയോ നമുക്കറിയില്ല. അവരെന്താണ് ആരാണ് ഒന്നും അറിയില്ല. ഇല്ല, അതെല്ലാം നമ്മള് മാനേജ്മെന്റിന്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കാണ്. നമുക്ക് അങ്ങനത്തെ ഈ മെയിൻ സാധനം മെയിൻ ഡിമാൻഡ് എന്ന് പറയുന്നത് റാം സാറിന്റെ എതിരെ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല കുറെ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കോളേജിന് പ്രതികരിച്ച് ആരും നിതിന്റെ വീട്ടിലോട്ട് പോകുന്നില്ല എന്നുള്ളതായിരുന്നു. അതിന് മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോളേജിൽ നിന്ന് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നമുക്കൊരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതായത് നിങ്ങൾ ഇന്നത് പോകണം അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര പേര് പോകണം അങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ ഉൾപ്പെടെ മണിക്കൂറുകൾ സമയമെടുത്ത് നമുക്കൊരു റിപ്ലൈ തിരിച്ചു കിട്ടാൻ. അതായത് നമ്മൾ അവിടെ പൊക്കോട്ടെ, ഞങ്ങൾ യൂണിയൻ ഭാരവാഹികൾ പൊക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് അതിലൊരു ഇതില്ല. അവർ അവിടുത്തെ പാരന്റ്സും നാട്ടുകാരും എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടും അത് നമ്മൾ പ്രതികരിച്ചതിന് ശേഷമാണ് അവരെത്തിയിട്ടുള്ളത്. അതായത് നമ്മൾ ഇവിടുന്ന് പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോഴും അവർ പറയുന്നത് അറ്റ് യുവർ ഓൺ റിസ്ക് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു മാനേജ്മെന്റിന് നമുക്ക് ഇങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ ഈ എല്ലാ പ്രശ്നങ്ങളും തീരുന്നത് വരെ ഞങ്ങൾ ഹൗസ് സർജൻസ് ഉൾപ്പെടെ എല്ലാവരും ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. അതെ, നമുക്ക് ഇന്ന് എത്രയും പെട്ടെന്ന് മാനേജ്മെന്റ് ഞാൻ പറഞ്ഞ MD ഡോക്ടർ അദിനാൻ അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഉള്ള ആരെങ്കിലും അല്ല നമുക്ക് ആ ഒരു പേര് മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾ ഇതുവരെയായിട്ട് ഇങ്ങനെ ആരെയും കണ്ടിട്ടില്ല. മനസ്സിലായോ? ഇന്ന് രാവിലെ ഇല്ല 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 അതുവരെ ഞങ്ങൾക്ക് പ്രിൻസിപ്പൾ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരാളുണ്ടെന്ന് തന്നെ അറിയുന്നത്. മനസ്സിലായി? നമുക്ക് അപ്പോൾ ഇതിൽ ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഒരാൾ വരുന്നവരെ ഞങ്ങൾ ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഡിസിഷൻ വേണം. അതെ 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 അത് അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ സ്റ്റുഡൻസും അത് മാത്രമല്ല ഹൗസ് സർജൻസും എല്ലാവരും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന നിതിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ചോദിച്ച സമയത്ത് അറ്റ് യുവർ ഓൺ റിസ്ക് എന്ന് പറഞ്ഞത് മാനേജ്മെന്റ് പ്രതിനിധിയാണോ അധ്യാപകർ പ്രതിനിധിയാണോ? അധ്യാപകരല്ല, അധ്യാപകർ എപ്പോഴും ഫുൾ സപ്പോർട്ട് തന്നെയാണ്. അധ്യാപകർക്ക് പോലും അറിയില്ല മാനേജ്മെന്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ ആരാണെന്ന് പോലും അറിയില്ല. അപ്പോൾ മാനേജ്മെന്റിൽ നിന്നുള്ള പ്രതികരണമാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ അറ്റ് യുവർ ഓൺ റിസ്ക് പോയിട്ട് വരണം. അവിടുത്തെ നാട്ടുകാരോ വീട്ടുകാരോ ബന്ധുക്കളോ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളത് അറ്റ് യുവർ ഓൺ റിസ്ക് എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ്.